AI, റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ്, ബിഗ് ഡാറ്റ അനാലിസിസ്, ഇങ്ങനെയുള്ള എമർജിങ് ടെക്നോളജീസ്, ഗ്രഫീൻ, ടൂറിസം, മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസ്, ഫാർമസ്യൂട്ടിക്കൽ, ലോജിസ്റ്റിക്. ഇപ്പോൾ ലോജിസ്റ്റിക് തന്നെ ഇപ്പോൾ ഇവിടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പെനറ്റോണി, അമേരിക്കൻ കാലിഫോർണിയൻ കമ്പനി, അവരിപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അദാനി ഇവിടെ അവരെടുത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിഗ്ന അവർ പാറക്കടൽ ഡെവലപ്പ് ചെയ്ത് 4.5 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ 2 ലക്ഷത്തോളം കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവർ ജികോം ഗ്രൂപ്പ് അവർ GTN സ്ഥലം എടുത്തിട്ട് അവിടെ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ തന്നെ 2500-3000 കോടി ലോജിസ്റ്റിക് വരുന്നുണ്ട്. മാരിടൈം ഹബ്ബ് വരുന്നു. അപ്പോൾ വിഴിഞ്ഞം ഭയങ്കര പൊട്ടൻഷ്യലാണ് വിഴിഞ്ഞം സൃഷ്ടിക്കാൻ പോകുന്നത്. അപ്പം ഇതെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വികസന വ്യവസായ കാഴ്ചപ്പാട് നമുക്കുള്ളൂ. 57 തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തുടങ്ങി വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്ട് ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ചുള്ള പൊതുവെ പറയാൻ നിങ്ങൾ കൊടികുത്തി ഇത് നശിപ്പിക്കുക എന്നുള്ളത് അതിന് ശേഷം വന്നൊരു കാര്യമാണ്. നിങ്ങൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് സർക്കാരിൻ്റെ കൂടി ഇൻവെസ്റ്റ്മെൻറ്റോടുകൂടി ഏതെങ്കിലും തരത്തിൽ ഒന്നെങ്കിൽ ഷെയർ ക്യാപിറ്റലായിട്ട്, അതല്ലെങ്കിൽ സ്ഥലം, അല്ലെങ്കിൽ സബ്സിഡൈസ്ഡ് റോ മെറ്റീരിയൽ, അങ്ങനെ വലിയ എഫർട്ട് പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായി. ഇപ്പം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞതിൻ്റെ അകത്ത് ഒരിടത്ത് ഞാനിങ്ങനെ സർക്കാരിൻ്റെ നേരിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് കാണുന്നില്ല. നിങ്ങൾ പോളിസിയിൽ മാത്രം ശ്രദ്ധ ചെലുത്തിയാൽ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടാണോ, അതോ ഈ ഒരു എക്വിറ്റി ക്യാപിറ്റലായിട്ട് സംസ്ഥാനം ഇപ്പം ഇവിടുത്തെ കേരളത്തിനുള്ള വലിയ പല വ്യവസായങ്ങളുടെയും പറയില്ല, ഇപ്പോൾ ജിയോജിത്ത് ആണെങ്കിലും വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സ് ആണെങ്കിലും ഇപ്പോൾ ജാപ്പനീസ് കമ്പനി നിറ്റ ജെലാറ്റിൻ, അവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ എക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്ന കമ്പനികളായിരുന്നു അവരൊക്കെ. പക്ഷെ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അകത്തൊന്നും ഞാൻ അങ്ങനത്തെ ഒരു റെഫറൻസ് കണ്ടില്ല. സംസ്ഥാന സർക്കാർ എക്വിറ്റി പാർട്ടിസിപ്പേഷൻ വേണ്ട എന്ന്, അതിൻ്റെ ആവശ്യമില്ല എന്ന് കണ്ടിട്ടാണോ? അങ്ങനെയില്ല. ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പ്രിസംഷനും ഇപ്പോൾ ആദ്യത്തെ സർക്കാരിൻ്റെ 57 EMS മുഖ്യമന്ത്രിന് ശേഷം നടത്തിയ പ്രസംഗത്തിലും പറഞ്ഞു, വ്യവസായങ്ങൾ ആരംഭിക്കാൻ ആത്മവിശ്വാസം പകരുന്നതിന് സ്വകാര്യ വ്യവസായങ്ങൾ ഗവൺമെൻറ് ഓഹരിയിടുക. 57 അന്ന് PPP ഒന്നും വന്നിട്ടില്ല. അതിന് ശേഷം ബിർളെ നമ്മളാണ് കേരളത്തിലേക്ക് വിളിച്ചുകൊണ്ടുവന്നത്. നമുക്ക് ചില ഐഡിയോളജിക്കൽ നിലപാടുകളുണ്ടാവും, പൊളിറ്റിക്കൽ നിലപാടുകളുണ്ടാവും. പക്ഷെ നമ്മൾ ഭരിക്കുമ്പോൾ വിത്തിൻ ദ സിസ്റ്റമാണ്. ആ സിസ്റ്റം ഭരണഘടന, നിയമസംഹിത, അതിനകത്ത് നിന്നിട്ടാണ് നമ്മുടെ ഭരണനിർവഹണം. അതിനകത്ത് എത്രമാത്രം ഓൾട്ടർനേറ്റീവ് പോസിബിൾ ആയിരിക്കും, അതേ നമുക്ക് സാധ്യമാവുള്ളൂ. അല്ല, നമുക്ക് ഉള്ള നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ചുള്ള സാഹചര്യം പ്രധാനപ്പെട്ടതാണ്, സിസ്റ്റം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് തന്നെ നമ്മൾ ഈ സിസ്റ്റത്തിനകത്തൊരു സംസ്ഥാന ഗവൺമെൻറ്റിനാണല്ലോ നേതൃത്വം നൽകുന്നത്. അതുകൊണ്ടാണ് അന്നേ ആ കാഴ്ചപ്പാട് കണ്ടത്. പല ഇക്വിറ്റി പറഞ്ഞ പോലെ നിറ്റ ജെലാറ്റിൻ, OEN, അതുപോലെ തന്നെ ജിയോജിത്ത്, ഇവരെല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇക്വിറ്റി ഉള്ളത്. ഇപ്പോഴും നമ്മൾ ഇക്വിറ്റി എടുക്കുന്നുണ്ട്, അതിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് ആവശ്യമാണെങ്കിൽ. പക്ഷേ പല കമ്പനികളും അത്തരം ഇക്വിറ്റിയിൽ അധികം നിൽക്കുന്നില്ല. ചിലപ്പോൾ നമ്മൾ ലാൻഡ് നമ്മുടെ ഇക്വിറ്റിയാക്കി കൊടുക്കാവുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ലീസ് പ്രീമിയം ആകെ പുതിയ മാറ്റം വരുത്തി. വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് 10% മാത്രം അടച്ചാൽ മതി. പിന്നെ മൊറട്ടോറിയം ഉണ്ട്, 10 ഇൻസ്റ്റാൾമെൻറ്റുകളാക്കി മാറ്റി. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിലെ ലാൻഡിൻ്റെ അലോട്ട്മെൻറ്റ് പോളിസി ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള സങ്കീർണ്ണ പ്രശ്നമായിരുന്നു. അതിപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. ലാൻഡ് മാറാൻ 25,000 ഫീസ് അടച്ച് ഓൺലൈനിലാണ്. ആക്ടിവിറ്റി വരെ മാറാം, 10,000 അടച്ചാൽ അതെല്ലാം ഓൺലൈനിലേക്ക് മാറ്റി. അപ്പോൾ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് പോളിസി മാത്രമല്ല, ഇക്വിറ്റി ഉണ്ട്. KSIDC വായ്പകൾ കൊടുക്കുന്നതിലുണ്ട്. നല്ല രീതിയിൽ ആ പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.